പക്ഷേ പന്നിന് പിന്നിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു ടെക്നോളജിയുടെയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഡിപ്ലോമസിയുടെയോ നയതന്ത്ര വൈദഗ്ധ്യത്തിന്റെയോ ഒന്നും ഒരു ഭൂതകാലമില്ല. അത്ര കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷേ അപ്പം മണ്ഡലം പന്നിനെ പിന്തുണയ്ക്കാൻ സാധ്യതയുണ്ട്. മണ്ഡലം പന്ന്യൻ രവീന്ദ്രൻ തന്നെയാണ് ഇവിടെ ജയിക്കാൻ പോകുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ എല്ലാ ആഴ്ചയിലും എല്ലാ മാസത്തിലും പന്ന്യൻ രവീന്ദ്രൻ തിരുവനന്തപുരത്ത് വരുന്നുണ്ട്. ഓരോ പൗരത്വ ഭേദഗതി നിയമ പ്രക്ഷോഭത്തിലായാലും കരമനയിൽ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖരൻ ഇതുവരെ തിരുവനന്തപുരത്തുകാർക്ക് അറിയില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ തിരുവനന്തപുരത്ത് വർഗീയ ശക്തികൾ ജയിക്കാൻ പാടില്ല. കാരണം തിരുവനന്തപുരത്ത് പാളയത്ത് ക്രിസ്ത്യൻ പള്ളിയും അതുപോലെ തന്നെ മുസ്ലിം പള്ളിയും അമ്പലവും ഒരേ ചുറ്റുവട്ടത്താണ് ഇരിക്കുന്നത്. ഇതിനെ മതിൽ കെട്ടി താർക്കാൻ വർഗീയ ശക്തികൾ തിരുവനന്തപുരത്ത് ശ്രമിക്കും. അതുകൊണ്ട് തന്നെ BJP തിരുവനന്തപുരത്ത് ജയിക്കാൻ പാടില്ല. ഓക്കെ, അതാണ് തിരുവനന്തപുരത്തെ കുറിച്ച്. എന്താണ് സാർ വളരെ ചുരുക്കി പറഞ്ഞാൽ എന്താണ് മണ്ഡലത്തിൽ? രാജീവ് ചന്ദ്രശേഖരൻ ജയിക്കട്ടെ, എന്തിനാ എതിർക്കുന്നത്? നേരത്തെ പറഞ്ഞതുപോലെ മതസൗഹാർദ്ദം തകരുമെന്നൊരു ഭയമുണ്ടോ? ഇദ്ദേഹം കൊണ്ടുവന്ന BPL അല്ലേ 500 രൂപയ്ക്ക് ഓരോരുത്തർ കാതിൽ വെച്ചോണ്ട് നേരത്തെ 500 രൂപ റിലയൻസ് ഇറക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം ഇവിടെ ജയിച്ചു കഴിഞ്ഞാൽ നരേന്ദ്രമോദിയുടെ കരങ്ങളായിരിക്കും ഇവിടെ വരുന്നത്. വൻ വികസനം. നരേന്ദ്രമോദിയുടെ കരങ്ങൾ വന്നാൽ നമ്മുടെ സമാധാനം പോകുമോ എന്നാണ് ഒരാൾ ചോദിച്ചത്. എവിടെ സാറേ സമാധാനം പോയത്? മണിപ്പൂരിൽ അത് വേറെ വിഷയമാണ്. ഇതിനു മുമ്പേ വിഷയം ഉത്തർപ്രദേശിൽ നിലവിൽ ഇപ്പൊ പ്രശ്നങ്ങളില്ല. ഇപ്പൊ കർണാടകയിലെ പള്ളിയിൽ അത് പറയാൻ ഞാൻ പഠിച്ചിട്ട്. തെലങ്കാനയിൽ സാറേ രാജീവ് ചന്ദ്രശേഖർ ജയിക്കും. ഓക്കെ, രാജീവ് ചന്ദ്രശേഖർ ജയിക്കും. നമുക്ക് വേണ്ടത് തിരുവനന്തപുരത്തിന്റെ വികസന കാര്യങ്ങളാണ്. ഈ 3 രാഷ്ട്രീയ പാർട്ടിക്കാരും ഇവിടെ നടത്തിയുള്ള വികസനങ്ങളെ കുറിച്ച് ആദ്യം ചർച്ച ചെയ്യാം. പിന്നെ നമ്മുടെ സുഹൃത്ത് പറഞ്ഞു ഇവിടെ വന്നിരിക്കുന്നത് വിസിറ്റിംഗ് വിസയിലാണ് രാജീവ് ചന്ദ്രശേഖർ. വയനാട് വന്നിരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി വിസിറ്റിംഗ് വിസയിലാണോ വേറെ ഏത് വിസയിലാണോ വന്നിരിക്കുന്നത്? ഇവിടെ ഏതാണോ അറിയില്ല, അതും വിസയിലല്ലേ വന്നിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ വന്നതും വയനാട് സ്ഥാനാർത്ഥി വന്നത് എങ്ങനെ ചർച്ച ചെയ്താൽ മതി. തിരുവനന്തപുരത്തിന്റെ വികസന കാര്യങ്ങളെ കുറിച്ചാണ് ചർച്ച. ഈ 3 രാഷ്ട്രീയ പാർട്ടികളും തിരുവനന്തപുരത്ത് നടത്തിയ വികസനം പറയട്ടെ. പിണറായി വിജയൻ ആയിക്കോട്ടെ, കോൺഗ്രസ് തരൂരായിക്കോട്ടെ, BJPയുടെ നേതൃത്വം വികസനം ചർച്ച ചെയ്യും. രാജീവ് ചന്ദ്രശേഖർ കയറി പോകുമെന്നാണോ? നമുക്ക് വർഗീയത വേണ്ട, നമുക്ക് മറ്റൊന്നും വേണ്ട. വർഗീയത